നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ 2,56,934 ഉദ്യോഗസ്ഥർ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി 2,56,934 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് 14 ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരും 28 അസിസ്റ്റന്റ് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമാണുള്ളത്. 1,249 റിട്ടേണിംഗ് ഓഫീസർമാർ, 1,321 അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, 1,034 ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരും തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചുമതലയിലുണ്ട്. വോട്ടെടുപ്പ്, പോളിംഗ് സാമഗ്രികളുടെ വിതരണം, വോട്ടെണ്ണൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി 1,80,000 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 70,000 പോലീസുകാരെ വിന്യസിക്കും. തിരഞ്ഞെടുപ്പ് നടപടികൾ നിരീക്ഷിക്കാൻ 14 പൊതു നിരീക്ഷകരെയും 70 ചിലവ് നിരീക്ഷകരെയും നിയമിച്ചിട്ടുണ്ട്. 2,300 സെക്ടറൽ ഓഫീസർമാർ, 184 ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡുകൾ, 70 ജില്ലാതല പരിശീലകർ, 650 ബ്ലോക്ക് തല പരിശീലകർ എന്നിവരുമാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കുന്നത് 33,711 പോളിംഗ് സ്റ്റേഷനുകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 2 ഘട്ടമായി നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് 33,711 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു. ത്രിതല പഞ്ചായത്തുകളിൽ 28,127 പോളിംഗ് സ്റ്റേഷനുകളും മുനിസിപ്പാലിറ്റികളിൽ 3,569 പോളിംഗ് സ്റ്റേഷനുകളും കോർപ്പറേഷനുകളിൽ 2,015 പോളിംഗ് സ്റ്റേഷനുകളുമാണുള്ളത്. ഡിസംബർ 9, 11 തീയതികളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പോളിംഗ് സ്റ്റേഷനുകളിലെയും അവയുടെ പരിസരത്തെയും എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. വോട്ടെടുപ്പ് ദിവസം ഉപയോഗശൂന്യമായ പേപ്പറുകളും മറ്റു പാഴ്വസ്തുക്കളും വേർതിരിച്ച് ശേഖരിക്കാനും ഹരിത ചട്ടങ്ങൾ അനുസരിച്ച് നശിപ്പിക്കാനും അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നടപടി സ്വീകരിക്കണം. ആവശ്യമായിടത്ത് ഹരിതകർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്തണം. പോളിംഗ് സ്റ്റേഷനുകളായി നിശ്ചയിച്ചിട്ടുള്ള കെട്ടിടങ്ങളിൽ വൈദ്യുതി, കുടിവെള്ളം, ഫർണിച്ചറുകൾ, ടോയ്ലറ്റ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കണം. വോട്ടർമാർക്ക് കാത്തിരിപ്പിനായി പുറത്തു ബെഞ്ചുകളും കസേരകളും തണലിനുള്ള സൗകര്യങ്ങളും ഒരുക്കണം. പോളിംഗ് സ്റ്റേഷനുകളിൽ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സൗകര്യമൊരുക്കുന്നതിന് ശ്രദ്ധ നൽകണം. കെട്ടിടത്തിൽ പ്രവേശിക്കുന്നതിന് റാമ്പ് സൗകര്യമില്ലെങ്കിൽ അത് താൽക്കാലികമായി ഒരുക്കണം. ഇവർക്കായി വിശ്രമ സൗകര്യം പോളിംഗ് സ്റ്റേഷനിലോ സമീപത്തോ സജ്ജീകരിക്കണം. കാഴ്ച പരിമിതർ, ഭിന്നശേഷിക്കാർ, രോഗികൾ, മുതിർന്നവർ എന്നിവർക്ക് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഭരണഘടന നൽകുന്ന പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാജ്യത്തിന്റെ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്നും അത് ഭരണഘടന നൽകുന്ന ഉറപ്പും സംരക്ഷണവുമാണെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ദീർഘവീക്ഷണവും കൃത്യതയുമുള്ള ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന ഭരണഘടനാ ദിനാചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ സുപ്രധാന പ്രക്രിയയായ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് പൂർണ്ണമായ അധികാരം ഭരണഘടന ഉറപ്പാക്കുന്നു. തിരഞ്ഞെടുപ്പുകൾ സുതാര്യവും നീതിയുക്തവുമായി നടത്തുന്നതിന് രൂപീകരിച്ചിട്ടുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളും ഭരണഘടനയിൽ അധിഷ്ഠിതമായ സ്വതന്ത്ര സംവിധാനങ്ങളാണ്. ചടങ്ങിൽ കമ്മീഷണർ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ജീവനക്കാർ ആമുഖം ഏറ്റുപറഞ്ഞു. കമ്മീഷൻ സെക്രട്ടറി BS പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോ ഓഫീസർ പ്രീതി R നായർ, ജോയിന്റ് സെക്രട്ടറി PJ ജെയിംസ്, സീനിയർ അസിസ്റ്റന്റ് പ്രിൻസ് ജോസഫ് തട്ടിൽ എന്നിവർ സംസാരിച്ചു. കേരള നിയമസഭ ജനുവരി 7 മുതൽ 13 വരെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിനോടനുബന്ധിച്ച് ജനുവരി 8-ാം തീയതി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലുള്ള പഴയ നിയമസഭാ ഹാളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മാതൃകാ നിയമസഭ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ ഒരു സ്കൂളിൽ നിന്നും 2 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം.
വിശദാംശങ്ങൾക്കും രജിസ്ട്രേഷനുമായി www.klibf.niyamasabha.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഡിസംബർ 5 ആണ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.